എന്താ പഠിച്ചത്? വവൽ സൗണ്ട്സ് പഠിച്ചു അല്ലേ? ഓക്കെ, ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? വവൽ സൗണ്ട്സ് ആണ് പഠിച്ചത്. ഏതൊക്കെയാണ് പഠിച്ചത് കഴിഞ്ഞ ദിവസം? യൂസേജ് ഓഫ് വവൽസ് അല്ലേ? വവൽസ് നോക്കി നമ്മൾ. ഏതൊക്കെയായിരുന്നു വവൽ സൗണ്ട്സ്? ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എ, ഇ, ഐ, ഒ, യു അല്ലേ? ഓക്കെ, വവൽസ് പഠിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസേജ് ഓഫ് ആർട്ടിക്കിൾസ് ആണ്. എന്താണ്? ഗ്രാമർ പാർട്ടിൽ തന്നെ യൂസേജ് ഓഫ് ആർട്ടിക്കിൾസ്. നമ്മൾ വവൽസ് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻ എവിടെ ഉപയോഗിക്കും, എ എവിടെ ഉപയോഗിക്കും എന്നൊക്കെ അല്ലേ? പറഞ്ഞിരുന്നില്ലേ നമ്മള്? യെസ്, പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് ആണ്. ഫ്രം പേജ് നമ്പർ 25. പേജ് നമ്പർ 25 ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? ആർട്ടിക്കിൾസ് എ ആൻഡ് തന്നിട്ടുണ്ട് അവിടെ. ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എന്താണ്? What do you mean by articles? അറിയാമോ? ആർട്ടിക്കിൾ is a word. മ്യൂട്ട് ചെയ്തില്ല, ഫോൺ മ്യൂട്ട് ചെയ്യുക കേട്ടോ. മാം ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, പേജ് നമ്പർ 25. An article is a word used to modify a noun. ഒരു നൗണിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് that is an article. Okay, അത് ഒരു പക്ഷേ which is a person ആവാം, person play എന്താണ്, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ it may be a ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയ ആവാം. ഓക്കെ, ഗ്രാമർ പാർട്ട് നമ്മൾ ഒരു സെന്റൻസ് കൺസ്ട്രക്ഷനിൽ an article is a word used to modify a noun. ഓക്കെ, ഒരു നൗണിനെ ഒന്നും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട്, നമുക്കൊന്നും കൂടി അതിനെ എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു വേർഡിനെ മോഡിഫൈ ചെയ്യാനായിട്ട്, ഒന്നും കൂടി ഇത്തിരി കൂടി നല്ല ഭംഗിയാക്കാനായിട്ട്, മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ദാറ്റ്സ് ആൻ ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾസില് വരുന്നത് അതൊരു പക്ഷെ ഒന്നുകിൽ ഒരു പേഴ്സൺ ആകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, അല്ലെങ്കിൽ അതൊരു ഐഡിയ ആവാം. നോക്കൂ, വാട്ട് ഈസ് ആൻ ആർട്ടിക്കിൾ? Miss ഇവിടെ എഴുതിയിട്ടുണ്ടോ? നോക്കൂ. An article is a word. Can you see? An article is a word used to modify a noun which is a person, place or object or idea. Okay, ഇതാണ് ആർട്ടിക്കിൾ. An article is a word used to modify a noun which is a person, place or object or idea. ഓക്കെ, ഒന്നുകിൽ അതൊരു പേഴ്സൺ ആകാം, ആൾ ചെയ്യുന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, എന്തെങ്കിലും ഒരു വസ്തു ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ, നമ്മുടെ എന്തെങ്കിലും പറയുന്ന ഒരു ഐഡിയാസ്, എന്തെങ്കിലും ആശയങ്ങളാകാം. ഇതിനെയൊക്കെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിനെയാണ് ആർട്ടിക്കിൾ എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ ആർട്ടിക്കിൾ എന്താണ്? An article is a word. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ മെയിൻ ആർട്ടിക്കിൾ പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ഡി ആണ്. ഓക്കെ, എയും ആനും ഡിയും. ഓക്കെ, ഇതാണ് ഇതിലെ മെയിൻ ആർട്ടിക്കിൾസ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ യൂസേജ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത്. നമ്മള് ഇപ്പൊ ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, ഇൻഡെഫിനിറ്റ് ആയ കാര്യങ്ങൾ, ഡെഫിനിറ്റ് ആയ ഒരു കാര്യം തീർച്ചയുള്ള കാര്യം, ഇപ്പൊ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്ന നടക്കുന്ന കാര്യമാണെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഏതാണ്? ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഡെഫിനിറ്റ് ആയ കാര്യങ്ങൾ. ഇൻഡെഫിനിറ്റ് ആയ കാര്യങ്ങൾക്കാണ് നമ്മൾ എയും ആനും ഒക്കെ യൂസ് ചെയ്യുക. അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ഡെഫിനിറ്റ് ആയ കാര്യങ്ങൾ, ഇൻഡെഫിനിറ്റ് ആയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മള് അതിന്റെ യൂസേജ്, ഇപ്പൊ എന്താണ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്? ആർട്ടിക്കിൾ is a word. പറയൂ, മനസ്സിലായോ? An article is a word used to modify a noun
Okay, modify a noun which is a person, do, place ആവാം, അല്ലെങ്കിൽ it may be an object ആവാം, it may be an idea. Okay, ഇതിനൊക്കെയാണ് ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. Okay, ഇനി അതിലെ പേജ് നമ്പർ നെക്സ്റ്റ് പേജ് എടുക്കൂ. Take next page. നോക്കൂ. Articles for nouns which are singular and start with vowel sounds use a and an. നമ്മൾ കുറച്ച് യൂസേജ് തന്നിരിക്കുന്നതാണ് അവിടെ. നോക്കൂ, ആർട്ടിക്കിൾസിന്റെ യൂസേജ് തോന്നി. എ കാറ്റ്, എ ഹാറ്റ്, ഓക്കെ, എ നട്ട്, എ റാബിറ്റ്, എ ഫാൻ. എ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ? യൂസ് ഓഫ് എ ആണ് തന്നിരിക്കുന്നത്. എ കാറ്റ്, ഒരു പൂച്ചയെ കണ്ടാൽ നമുക്ക് പറയാം എന്ത്? എ കാറ്റ് എന്ന് പറയാം. പിന്നെ ഒരു ക്യാപ്പ്, ഒരു തൊപ്പി കണ്ടാൽ നമുക്ക് ഇത് പറയാം എ ഹാറ്റ്. നട്ട് കണ്ടാൽ നമുക്ക് പറയാം എ നട്ട്. എ റാബിറ്റ്, എ ഫാൻ. ഓക്കെ ദെൻ ദാ നോക്കൂ. ദി ഗംഗ, ഗംഗാ നദി, അതൊന്നേ ഉള്ളൂ അല്ലെ? ദി ഗംഗ. പിന്നെ ദി ബൈബിൾ, ബൈബിൾ അല്ലെ? ബൈബിൾ എന്താണ്? ബൈബിൾ, ബൈബിൾ, ബൈബിൾ എന്താണ്? ക്രിസ്ത്യൻസിന്റെ ബുക്കാണ്. അവരുടെ എന്താണ്? നമ്മൾ ഹിന്ദുസിന് ഒരെണ്ണമുണ്ട്, ക്രിസ്ത്യൻസിന് ഒരെണ്ണമുണ്ട്. നമ്മളെ 3 കാസ്റ്റിനും നമ്മുടേതായ നമുക്ക് നമ്മള് അതിനെ പരിപാവനമായിട്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്ന ഒരു ബുക്കുകൾ, അതിലെ പ്രമാണങ്ങൾ. ഇപ്പൊ ബൈബിള് വായിച്ചിട്ടാണ് അതിലെ ഇതിനനുസരിച്ചാണ് ക്രിസ്ത്യൻസ് അവരെ ലൈഫ് ജീവിക്കുന്നത്. അതുപോലെ ഖുറാൻ വായിച്ചിട്ടാണ് മുസ്ലിംസ് കൂടുതൽ കാര്യങ്ങൾ അവരവരുടെ ലൈഫ് സ്റ്റൈൽ അതിലൂടെയാണ്. ഭഗവത്ഗീത നോക്കിയിട്ടാണ് നമ്മൾ അല്ലെ? അപ്പൊ അതുപോലെ ഓരോരുത്തർക്കും ഓരോ അവരുടെ അതില് ബൈബിൾ, അതാണ് ബൈബിൾ. ക്രിസ്ത്യൻസിന്റെ എന്താണ്? വചനങ്ങളും ഇതൊക്കെ അടങ്ങി അവരുടെ ജീവിത രീതി എല്ലാം അവരുടെ ഒരു പരിപാവനമായ ഒരു യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അവർക്കുള്ള അവരുടെ സന്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയാണ് ബൈബിൾ. ഓക്കെ, ആ ബൈബിൾ ഒന്നേ ഉള്ളൂ, ബൈബിൾ വേറെ ഇല്ല. ദ ബൈബിൾ. ഓക്കെ, ദ ഫ്ലൂട്ട്, ദ ഫ്ലൂട്ട്. ഓടക്കുഴലിന് വേറെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുമോ? ദ ഫ്ലൂട്ട്, ദാറ്റ് ഈസ് ഡെഫിനിറ്റ് ആണ്. ദി സെക്കൻഡ്, രണ്ടാമത്തെ എന്ന് പറയുന്നതിന് ദി സെക്കൻഡ് എന്ന് തന്നെയാണ് പറയാ. അതിന് വേറൊരു വേർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അപ്പൊ ദി യൂസേജ് ഓഫ് ദി അങ്ങനെയാണ് വരുന്നത്. പിന്നെ യൂസ് ആൻ നോക്കൂ. ആൻ കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഏതാണ്? വവ്വൽ സൗണ്ട്സിന്റെ മുന്നിലാണ് ആൻ ഉപയോഗിക്കുക. ആൻ ആൻഡ്, ആൻ ഓറഞ്ച്, ആൻ ഇഗ്ലൂ, ആൻ എഗ്, ആൻ അങ്കിൾ. ഉണ്ടോ? നോക്കി ഉപയോഗിച്ചേക്കണം നോക്കൂ. ആൻ ആൻഡ്. പിന്നെ ആൻ ഓറഞ്ച്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇഷ്ടമുള്ള ഫ്രൂട്ടിന്റെ ഒരു പേര് പറയൂ ആൻ വെച്ചിട്ടെന്ന്. ആൻ ഓറഞ്ച്. പിന്നെ ആൻ ഇഗ്ലൂ, ഇഗ്ലൂ. പിന്നെ ആൻ എഗ്. പിന്നെന്താണ്? ആൻ അങ്കിൾ. ഓക്കെ, ആൻ ഉപയോഗിക്കുന്നത് സ്ഥലങ്ങൾ മനസ്സിലായോ? ഓക്കെ, ലിസൺ. അപ്പൊ അതില് ടേക്ക് യുവർ വർക്ക് ബുക്ക് ഓൾസോ. അതില് വർക്ക് ബുക്ക് എടുക്കുക എല്ലാരും. ഹാവ് വർക്ക് ബുക്ക് വിത്ത് യു. വർക്ക് ബുക്ക് എടുക്കൂ. ഗ്രാമർ പാർട്ട് ചെയ്യുമ്പോൾ വർക്ക് ബുക്കും കൂടി കയ്യിൽ വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് നോക്കൂ. സർക്കിൾ ദ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് വവൽ സൗണ്ട്സ്. വവൽ സൗണ്ട്സുമായി സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് സർക്കിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ ദ വേർഡ് സ്റ്റാർട്ടിങ് വിത്ത് വവൽ സൗണ്ട്സ്. ഏതൊക്കെയാണ് നോക്കൂ. ഫസ്റ്റ് ഇതിൽ ഏതാ തന്നിരിക്കുന്നത്? ഫസ്റ്റ് വേർഡ് ഈസ് എലഫന്റ്. എലഫന്റ് വവൽ സൗണ്ട് അല്ലേ? പെൻസിൽ ഇല്ലേ എല്ലാവരുടെ കയ്യിലും? അത് പെൻസിൽ എടുത്തിട്ട് റൗണ്ട് ചെയ്യൂ. റൗണ്ട് അപ്പ്. elephant. Second one lion ആണ്. lion vowel soundലാണോ? No. Third one table. What about third one? It is not start with vowel sound. Next fourth one. Honor. Okay. Honor എന്താണ്? H ആണ്, പക്ഷേ sound is O ആണ് വരുന്നത്. So you have to circle honor. The next one ear. Ear.
അത് വേണ്ട. നെക്സ്റ്റ് ആം. 6th one ആം. A. Starting with A. Tanha, round up. Arm. Arm round you. Next one. Moon. Moon വേണ്ടി വരുമോ? No. It is not starting with the vowel sound. Next നോക്കൂ. EMF. EMF. That is starting with the vowel sound. Okay. 8th one round ചെയ്യാം. Then next 9th one നോക്കൂ. Umbrella. Umbrella. Start with the vowel sound U. Umbrella. Okay. 10th one നോക്കൂ. Unhappy. Unhappy. It is also starting with the vowel sound U. Unhappy. Then next, what about 11th one? Knife. Knife ആണ്. Knife. That is no need for circle. Okay, then next one, 12th one, honest. HONEST. H ആണ് starting എങ്കിലും sound is O. Honest ആണ്. So, okay, honest. The next one, 13th one, cross. Cross വേണോ? No, no need. Next 14th, ice cream. Ice cream വേണോ? Circle ചെയ്യണോ ice cream? Yes. Ice cream circle ചെയ്യൂ. The next 15th one, fish. 16th one, bicycle. No need. 17th is ostrich. Ostrich. Okay, that also you round. Circle that. Okay. Next one നോക്കൂ. Fill in the blanks with a or an. എയോ ആനോ ഉപയോഗിച്ചിട്ട് fill ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ fill ചെയ്യണം. ഓക്കെ. Next one, dash globe. Dash globe. There you want to write a globe. A globe. Next one നോക്കൂ. Dash owl. അവിടെ ഏതാ വരിക? An. അല്ലേ? vowel sound ആണ് owl. OWL. owl ആണ്. അപ്പൊ അത് vowel sound ആണ്. അതിന് മുൻപിൽ നമ്മൾ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക? An എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ. C. Dash igloo. Igloo. That is another vowel sound starting with igloo. I. Okay. So we want to write the an. An igloo. Then what about D? Crocodile. Dash crocodile. Okay. അവിടെ എന്താണ് എഴുതേണ്ടത്? A crocodile. A crocodile. Right there. Okay. Then next, dash arm. തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ മനസ്സിലായില്ലേ എയും ആനും എവിടെയാണ് യൂസ് ചെയ്യുക? ഡാഷ് ആം. അവിടെ എന്താ എഴുതേണ്ടത്? an arm. ഓക്കെ. എഫ് നോക്കൂ. എഫ് എന്താണ്? കീ. കീ ആണ്. ഡാഷ് കീ. അപ്പൊ അവിടെ എന്താണ്? എ കീ. എ കീ. ദാറ്റ്സ് ഇനഫ്. എ കീ. ഓക്കെ. ജി നോക്കൂ. ജി നോക്കൂ. an eye. an eye ആണ് അല്ലേ? ഐ ആണ് അവിടെ എഴുതി വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആൻ ആണ് വരുന്നത്. നെക്സ്റ്റ് എച്ച് നോക്കൂ. ഗിത്താർ ആണ്. ഗിത്താർ. അപ്പൊ അതിന്റെ മുന്നിൽ ഏതാ വരിക? ഏതാ? വിച്ച് ആർട്ടിക്കിൾ വി വാണ്ട് ടു യൂസ്? വി വാണ്ട് ടു യൂസ് എ ഗിത്താർ. ഓക്കെ. നെക്സ്റ്റ് ഇലക്ട്രിക് ഗിത്താർ ആണ്. ഇലക്ട്രിക് ഗിത്താർ. സ്റ്റാർട്ടിങ് വിത്ത് വവൽ സൗണ്ട് ഇ അല്ലേ? അപ്പോ വവൽ സൗണ്ട്സ് മിസ് പറഞ്ഞു എ ഇ ഐ ഒ യു. നിങ്ങൾ ഇങ്ങനെയുള്ള വേർഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ വവൽ സൗണ്ട്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് വെക്കണം? അതിന്റെ മുൻപ് ആൻ എന്നും ബാക്കിയുള്ള എല്ലാത്തിന്റെ മുൻപിൽ എല്ലാം എന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഡെഫിനിറ്റ് വരുന്ന കാര്യങ്ങളിൽ ദ ആണ് യൂസ് ചെയ്യുക. ഇൻഡെഫിനിറ്റ് ആയ കാര്യങ്ങളിൽ എ ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മള് ആൻ ഇലക്ട്രിക് ഗിത്താർ. ഓക്കെ. ജെ നോക്കൂ. ഡാഷ് ജാക്കറ്റ്. എ ജാക്കറ്റ്. എച്ച് കെ നോക്കൂ. ഡാഷ് ഫ്രോഗ്. എ ഫ്രോഗ്. പിന്നെ എൽ
dash honest man. H ആണ് സ്റ്റാർട്ടിങ്, പക്ഷേ സൗണ്ട് ഈസ് ഓ, ഓണസ്റ്റ്. ഓക്കെ, അപ്പൊ അവിടെ വരെ ഏതാ? an honest man. Okay, next dash honorable man. There also honorable. നിങ്ങൾ H നോക്കണ്ട, സൗണ്ട് ഈസ് honorable എന്നാണ് നമ്മൾ വായിക്കുക. അപ്പൊ there also we want to write an. Okay, next one. Tanha, where are you looking? Tanha എവിടെ നോക്കിയിരിക്കുന്നേ? ടെക്സ്റ്റിലെ കാര്യങ്ങൾ, വർക്ക് ബുക്കിലെ കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോ എവിടെ മോള് നോക്കിയിരിക്കുന്നേ? എഴുതുന്നുണ്ടോ വല്ലതും? ചെയ്യുന്നുണ്ടോ? എവിടെയാ? ഞാൻ കാണുന്നില്ലല്ലോ ഒന്നും ചെയ്യുന്നത്. വേറെ ആരെങ്കിലും എഴുതുന്നുണ്ടാവും അല്ലേ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നമ്മളിവിടെ നോക്കിയിരിക്കാം. അമ്മ അച്ഛനും ആരെങ്കിലും എഴുതിക്കോട്ടെ, പക്ഷെ അറ്റ് ദാറ്റ് ടൈം നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണ്ടേ, എന്നാലല്ലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. അതിനടിയിൽ എന്താ? fill in the blanks with the A, an or D. അപ്പൊ നമ്മൾ നോക്കുക, ഇതില് എയുടെയും ആനിന്റെയും ഡായുടെയും യൂസേജ് നോക്കാം. ഓക്കെ, അതാണ് അതിനടിയിൽ വരുന്നത്. രാഹുൽ ഈറ്റ്സ് ഡാഷ് ആപ്പിൾ എവറി മോർണിംഗ്. അവിടെ ഏതാ വരിക? രാഹുൽ ഈറ്റ്സ് ഡാഷ് ആപ്പിൾ എവറി മോർണിംഗ്. എന്താ വരിക അവിടെ? ആപ്പിൾ. എന്താ വരിക? ആൻ എന്നുള്ള ഒരു കൈ പൊയ്ക്കൂ. ആൻ ആണ് വരിക എന്നുള്ള ഒരു കൈ പൊയ്ക്കേ. Raise your hands. Okay. Rahul eats an apple every morning. What about next one? I ate dash orange and dash banana. Which article we want to use there? Which article we want to use there? I ate dash orange and dash banana. Orange. ഓറഞ്ചിന് ഫ്രണ്ടിൽ ഏത് ആർട്ടിക്കിളാ വരിക? an orange and a banana. Okay, then what about next one? We have never seen dash igloo. We have never seen an igloo. Okay, the next one noku. There is dash monkey on the tree. There is a monkey. Okay, there is a monkey on the tree. Dash moon shines at night. Dash moon shines at night. Moon അല്ലെ? moon definite ആണ് അല്ലെ? the moon shines at night. അല്ലെ? ചന്ദ്രൻ എപ്പോഴാണ് പ്രകാശിക്കുക? രാത്രി. ഓക്കെ, ഇനി next one also like that. Write a or an in the space provided. നിങ്ങൾക്ക് അവിടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാം. ഡാഷ് ഐസ് ക്യൂബ് ഇൻ ഡാഷ് ഗ്ലാസ്. ഓക്കെ, ഡാഷ് എഗ് ഇൻ ഡാഷ് ട്രേ, ഡാഷ് ഫ്രോഗ് ഇൻ ഡാഷ് വെൽ, ഡാഷ് പാരറ്റ് ഇൻ ഡാഷ് കേജ്. ഓക്കെ, യു വാണ്ട് ടു റൈറ്റ് ഇറ്റ് യുവർ സെൽഫ്. നിങ്ങൾ തന്നെ എഴുതണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യണം. പിന്നെ എന്താണ് വർക്ക് ബുക്കിൽ വരുന്നത്? മാച്ച് ദ ഫോളോയിങ് വരുന്നുണ്ട്. ഓക്കെ, ആ മാച്ച് ദ ഫോളോയിങ്ങും തന്നെ ചെയ്യണം. എ എന്താണ് വരുന്നത്? ഇതിലേക്കാണ് വരിക. നമുക്ക് ഏതിലേക്കൊക്കെ മാച്ച് ചെയ്യാന്ന് നോക്കാം. അതുപോലെ ആൻ നമുക്ക് ഏതിലേക്കൊക്കെ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് വൺ. പിന്നെന്താണ്? റൈറ്റ് എ ഓർ ആൻ ഫോർ ഈച്ച് പിക്ചർ. സം പിക്ചേഴ്സ് ആർ ഗിവൺ ദർ. ഓക്കെ, some pictures are given there. One fruit, then ice cream, house and a boy, like that. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി നിങ്ങൾ എഴുതണം. ആ ബോക്സിൽ provided box are given there. You should write in that box itself. Okay, ആ ബോക്സിനുള്ളിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഏതൊക്കെയാണ് എഴുതേണ്ടത്, ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് അവിടെ വരികയെന്ന് എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ പുട്ട് എ ഓർ ആൻ ഇൻ ദ ബ്ലാങ്ക്സ്. അതുപോലെ നിങ്ങൾക്ക് യൂസേജ് ഓഫ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ ആ ലെസണിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പിന്നെ പറയാൻ വേർഡ് വാട്ട്സ് ആൻ ആർട്ടിക്കിൾ. വാട്ട്സ് എ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇവിടെ പഠിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? എയും ആൻ, ദി ആർ കോൾഡ്
articles. What is article? A, an, or the are called articles. Where do we use a? നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുക? A എവിടെയാ യൂസ് ചെയ്യുക? With the words starting with the consonants. With the words starting with the consonants. എവിടെയാണ് നമ്മൾ where we use a? With the words starting with the consonants. Then where do we use an? With the names or nouns starting with the vowels. With the names or nouns starting with the vowels. There we use vowels. Okay. And where do we use the? With the names already mentioned. Already പ്രഖ്യാപിക്കപ്പെട്ട അല്ലെങ്കിൽ സൂചിപ്പിക്കപ്പെട്ട ഒരു കാര്യം, അതായത് അത് ഡെഫിനിറ്റ് ആയിരിക്കും, സത്യമായ കാര്യമായിരിക്കും, റൈറ്റ് ആയ കാര്യങ്ങളായിരിക്കും. അവിടെയാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? വി ആർ യൂസിങ് ദ. ഓക്കെ. ദെൻ why do we use and before some consonant like honest and honor? Honest, honor എന്നുള്ള വേർഡ്സിന്റെ മുൻപില് നമ്മൾ എന്തുകൊണ്ടാണ് വവൽസ് ഈ ആൻ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? ബിക്കോസ് സൈലന്റ് there. ഓക്കെ. എന്തുകൊണ്ടാണ്? ബിക്കോസ് എച്ച് ഈസ് സൈലന്റ്. ഓണർ, ഓണറബിൾ, ഓണസ്റ്റ് എന്നുള്ള വേർഡ്സിലൊക്കെ എന്താണ്? എച്ച് സൈലന്റ് ആണ്. ഓക്കെ. Then next, why do we use a before some vowels like union and Europeans? Union, Europeans എന്നൊക്കെ ഉള്ള vowels അതിന്റെ മുൻപിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണ്? ഇത് vowel sounds ന്റെ because the words start with the vowel sound. വവൽ സൗണ്ടിലാണ് വേർഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് we use a. Okay. Next, which article should we use before the word crocodiles? Crocodiles ന്റെ മുൻപിൽ ഏത് ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുക? We are using a. Okay. Crocodiles ന്റെ മുൻപിൽ ഏത് ആർട്ടിക്കിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? a. Okay. പിന്നെ which article do we use before milk? മിൽക്കിന്റെയോ? മിൽക്കിന്റെ മുൻപില് നമുക്ക് ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. നമ്മൾ അവിടെ ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല, അല്ലേ? there is no need of adding any article there. Okay. Then what about next one? When we are writing a singular word, we always use ഒരു സിംഗുലർ വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് യൂസ് ചെയ്യണം? അവിടെ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യണം. What is the answer for that? When we are writing a singular word, we always use articles. എന്താണ്? ആർട്ടിക്കിൾസ്. തൻഹ ചായ ഒന്നും കുടിക്കാതാണോ വന്നിരുന്നത്? ആണോ? കോട്ടുവായൊക്കെ ഇടുന്നുണ്ടല്ലോ. രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ക്ലാസ്സിലിരിക്കണം കേട്ടോ. കാലത്ത് മിസ് പറഞ്ഞില്ലേ ബ്രെയിൻ ഫുഡാണ് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മുടക്കാൻ പാടില്ല, ബ്രെയിൻ ഫുഡാണ്. ഇല്ലെങ്കിൽ തലയിലേക്ക് ഒന്നും കയറില്ല. ഓക്കെ. ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് എപ്പോഴും നന്നായി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. ഇപ്പൊ നല്ല തിളപ്പിച്ച വെള്ളം കുടിക്കും. ഓക്കെ. തണുത്ത വെള്ളമൊന്നും എടുത്ത് കുടിക്കരുത്. നല്ല തിളപ്പിച്ച വെള്ളമൊക്കെ കുടിച്ച് അതിലിത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് നല്ല വെള്ളമൊക്കെ കുടിച്ചിരിക്കും ക്ലാസ്സിൽ. ഓക്കെ. അത് നമ്മളിപ്പോ എന്തൊക്കെയായിട്ടാ വെള്ളം തിളപ്പിക്കേണ്ടത് അറിയോ? ചെയ്ത് കുടിക്കാറുണ്ടോ? ഇഞ്ചി, ജിഞ്ചർ, പെപ്പർ, പിന്നെന്താണ്? എന്തൊക്കെയാണ്? ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, പിന്നെ കരിഞ്ജീരകം, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. നല്ല ചൂടോടെ കുടിക്കണം കേട്ടാ. തണുപ്പിച്ച് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ട് കുടിക്കുക, ചൂടോടെ കുടിക്കുക. വെള്ളമൊക്കെ നന്നായി കുടിച്ചിട്ട് വന്ന് ക്ലാസ് ചെയ്യും. ഓക്കെ. ഫുഡും നന്നായി കഴിച്ചിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടുവായി ഇടും, നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഓക്കെ. പിന്നെ എന്താണ്? When we are writing a plural word use ചെയ്യുമ്പോഴോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. when we writing a plural word, at that time there is no need of use any articles. plural words യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, അല്ലേ? വേണോ? വേണ്ട.
ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇതാണ് ഇന്നത്തെ ഗ്രാമർ നമ്മൾ എടുത്തത്. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ എന്ന് ഫസ്റ്റ് പറയും മിസ്. എന്താണ് ആർട്ടിക്കിൾസിനെ പറ്റി പറഞ്ഞത്? ഫസ്റ്റ് ആർട്ടിക്കിൾ എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾ ഈസ് എ വേർഡ് യൂസ്ഡ് ടു മോഡിഫൈ എ നൗൺ. ഓക്കെ, ആർട്ടിക്കിൾ ഈസ് എ വേർഡ് യൂസ്ഡ് ടു മോഡിഫൈ എ നൗൺ വിച്ച് ഈസ് എ പേഴ്സൺ, പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആവാം, ഐഡിയ ആവാം. ഓക്കെ, അങ്ങനെയുള്ള വേർഡ്സിന്റെ മുൻപിൽ വയ്ക്കുന്ന പദങ്ങളെയാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുക. മനസ്സിലായിണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇതിലെ വർക്ക് ബുക്കിലെയും അതുപോലെ ടെക്സ്റ്റ് ബുക്കിലെയും എല്ലാ കാര്യങ്ങളും എഴുതി പഠിക്കണം കേട്ടോ. ആർട്ടിക്കിൾസിന്റെ യൂസേജ് എന്താണെന്നൊക്കെ ഇപ്പൊ 1ാം ക്ലാസ്സിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എഴുതി പഠിച്ചാല് പിന്നെ ഹയർ സ്റ്റാൻഡേർഡ്സിൽ പോകുമ്പോൾ നോ പ്രോബ്ലം. ആർട്ടിക്കിൾസ് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ എങ്ങനെയാണെന്ന്? പഠിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? അപ്പൊ ആർട്ടിക്കിൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. An article is a word എന്താണ് യൂസ്ഡ് ടു മോഡിഫൈ എ നൗൺ. അത് എപ്പോഴും മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ആണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോ അത് നന്നായി പ്രാക്ടീസ് ചെയ്യുക, വായിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക. ഓക്കെ, അതായത് ടീച്ചേഴ്സിനെ വർക്ക്സ് എഴുതി കാണിക്കണം. Okay, we will see you on next class. Okay, see you. Bye bye.